അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 23ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ. ഈ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായി രണ്ടാം ഭാഗത്തിലെ അൽ ജുസ്ഉ സാനിയിലെ 13ാമത്തെ ലെസണാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലെസണിന്റെ ഹെഡിങ് അൽ അഫ്ആലുൽ ഖംസ വയറാബുഹ. അൽ അഫ്ആലുൽ ഖംസ 5 ഫോർമാറ്റുകളാണ്. ഫേലിന്റെ മുദാരിയായ ഫേലിന്റെ 5 ഫോർമാറ്റുകളും അതിന്റെ ഇറാബുകളുമാണ് ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. മാളിയായ ഫേലിനും അംറു ഫേലിനും ഇറാബ് ഉണ്ടാകില്ല, അത് മബ്നിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മുദാരിയായ ഫീൽ രണ്ട് അവസ്ഥയിൽ മാത്രമേ മബ്നിയാവുകയുള്ളൂ, ബാക്കിയൊക്കെ മുഅറബാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ മുദാരിയായ ഫീൽ മുഅറബാകുമ്പോൾ ആ മുദാരിയായ ഫീലിന്റെ 5 ഫോർമാറ്റുകളാണ് ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠത്തിലേക്ക് വരാം. അൽ അഫ്ആലുൽ ഖംസ വയറാബുഹ അൽ അംസില, ഉദാഹരണങ്ങൾ. ആദ്യം ഞാൻ ആദ്യത്തെ ഒരു 5 ഉദാഹരണം വായിക്കാം. അൽ ആമിലാനി യഷ്തഗിലാനി, 2 ജോലിക്കാർ അവർ ജോലി ചെയ്യുന്നു. അന്തുമ, നിങ്ങൾ 2 പേരും, തഷ്തഗിലാനി, നിങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നു. അൽ ഉമ്മാലു, ജോലിക്കാർ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ജോലിക്കാർ, യഷ്തഗിലൂന, അവർ ജോലി ചെയ്യുന്നു. അന്തും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ പേര്, തഷ്തഗിലൂന, നിങ്ങൾ ജോലി ചെയ്യുന്നു. അന്തി, ഒരു പെണ്ണിനോടാണ്, നീ ഒരു പെണ്ണ്, തഷ്തഗിലീന, നീ ജോലി ചെയ്യുന്നു. ഇങ്ങനെ 5 ഫോർമാറ്റുകൾ. യഷ്തഗിലാനി, തഷ്തഗിലാനി, യഷ്തഗിലൂന, തഷ്തഗിലൂന, തഷ്തഗിലീന. അതിന്റെ അസ്ലിയായ ഒറിജിനൽ ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഇത് എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് പറയാം. അതായത് 5 ഫോർമാറ്റുകൾ. നമ്മൾ ഉദാഹരണത്തിൽ കണ്ടതുപോലെ തന്നെ ആദ്യ ഫോർമാറ്റ്, പിന്നെ ആബ്സെന്റ് ആയ 2 പേര്, ആബ്സെന്റ് ആയ 2 ആണുങ്ങളെ കുറിച്ച് പറയാനാണ് യഫ്അലാനി, അതായത് യഷ്തഗിലാനി, അൽ ആമിലാനി യഷ്തഗിലാനി എന്ന് പറയുന്നത്. ആബ്സെന്റ് ആയ 2 പേര്. ഇനി പ്രസന്റ് ആയ 2 പേര്, നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന 2 പേര്, അതിന് തഫ്അലാനി എന്ന ഫോർമാറ്റ് വരും. തഷ്തഗിലാനി, നമ്മൾ അന്തുമാ തഷ്തഗിലാനി എന്ന് പറഞ്ഞതുപോലെ. മൂന്നാമത്തത് ആബ്സെന്റ് ആയ 2ൽ കൂടുതൽ ആണുങ്ങൾ, ആബ്സെന്റ് ആയ സ്ഥലത്തില്ലാത്ത, അവർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന 2ൽ കൂടുതൽ ആണുങ്ങൾ, അവർ ജോലി ചെയ്യുന്നു. യഷ്തഗിലൂന, അതിന്റെ അസൽ ഫോർമാറ്റ് യഫ്അലൂന. അതിന്റെ ഉദാഹരണം യഷ്തഗിലൂന. മറ്റൊന്ന് പ്രസന്റ് ആയ 2ൽ കൂടുതൽ ആണുങ്ങൾ, അവരെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ, 2ൽ കൂടുതൽ പേരെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ. തഫ്അലൂന എന്ന് പറയും. അതിന്റെ ഉദാഹരണം തഷ്തഗിലൂന, അന്തും തഷ്തഗിലൂന. അന്തും തന്നെ നിങ്ങൾ തന്നെ 2ൽ കൂടുതൽ പേര്. അവസാനത്തെ 5ാമത്തെ ഫോർമാറ്റ് പ്രസന്റ് ആയ ഒരു സ്ത്രീ, ഇവിടെ സ്ഥലത്തുള്ള നീ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ, ഒരാളോട് നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ തഫ്അലീന എന്ന് പറയും. അതിന്റെ ഉദാഹരണം തഷ്തഗിലീന. ഇങ്ങനെ 5 ഫോർമാറ്റിൽ മുദാരിയായ ഫീൽ വന്നാൽ അതിന്റെ ഇറാബ് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോ യഷ്തഗിലു എന്ന മുദാരിയായ ഫീല്, അതിന്റെ അഫ്ആലുൽ ഖംസയിൽ പെട്ട ആദ്യ ഫോർമാറ്റ് യഷ്തഗിലാനി, 2 പേരെ സൂചിപ്പിക്കാൻ. യഷ്തഗിലൂന, 2ൽ കൂടുതൽ ആണുങ്ങളെ സൂചിപ്പിക്കാൻ. തഷ്തഗിലാനി, 2 പ്രസന്റ് ആയ 2 ആണുങ്ങളെ സൂചിപ്പിക്കാൻ. തഷ്തഗിലൂന, പ്രസന്റ് ആയ 2ൽ കൂടുതൽ ആണുങ്ങളെ സൂചിപ്പിക്കാൻ. തഷ്തഗിലീന, പ്രസന്റ് ആയ ഒരു സ്ത്രീയെ സൂചിപ്പിക്കാൻ. ഇങ്ങനെ ഈ 5 ഫോർമാറ്റ്, അതിന്റെ ഇറാബ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇറാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുദാരിയായ ഫീലില് 3 ഇറാബുകളാണ് വരല്. 3 ഇറാബുകളാണ് വരിക. ഒന്ന് റഫ് ആണ്. ആ റഫ് വരല് ജസ്മിന്റെ അദാത്തോ നെസ്ബിന്റെ അദാത്തോ ഇല്ലാതിരിക്കുമ്പോഴാണ് റഫ് വരിക.
രണ്ടാമത്തത് നെസ്ബാണ് വരിക. നെസ്ബ് വരുന്നത് നെസ്ബിന്റെ അദാത്തായ അൻ, ലൻ, ഇതൻ, കൈ, അങ്ങനെ അതുപോലത്തെ അദാത്ത്. ചിലപ്പോൾ അന്ന് മറിഞ്ഞുകൊണ്ട് ഒരുപാട് അക്ഷരങ്ങൾക്ക് ശേഷം വരുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ അദാത്ത് വരുമ്പോഴാണ് മുദാരിഅ ഫീലിന് നെസ്ബ് കിട്ടുക. പിന്നെ ജസ്മാണ്. മുദാരിഅ ഫീലിന് ജസ്മ് കിട്ടുന്ന ഒരുപാട് അദാത്തുകൾ നമ്മൾ എണ്ണി, 12 അദാത്തുകൾ നമ്മൾ എണ്ണി. അതിനുശേഷം മുദാരിഅ ഫീലിന് ജസ്മ് വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ മുദാരിഅ ഫീൽ മർഫൂ ആയിട്ട് വരുമ്പോഴും മൻസൂബായിട്ട് വരുമ്പോഴും മജ്സൂമായിട്ട് വരുമ്പോഴും ഈ 5 ഫോർമാറ്റിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഇഅ്റാബ് എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ നോക്കാൻ പോകുന്നത്. ഉദാഹരണം ഒന്നുകൂടി നോക്കാം. അൽ ആമിലാനി യഷ്തഗിലാനി. അൽ ആമിലാനി യഷ്തഗിലാനി. നമുക്കറിയാം ഇവിടെ മുദാരിഅ ഫീലിന്റെ മുമ്പ് നെസ്ബ് ചെയ്യുന്ന അദാത്തോ ജസ്മ് ചെയ്യുന്ന അദാത്തോ ഇല്ല. അപ്പോ അത് റഫ് ആണ്. ആ റഫ് എങ്ങനെയാണ് കിട്ടിയത്? യഷ്തഗിലാനി എന്നുള്ളടത്ത് അവിടെ ആ നൂന് യഷ്തഗിലാനി എന്ന നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്. അല്ലാതെ നീ എന്നുള്ളത് യഷ്തഗിലാനു എന്ന് നമ്മൾ ഒരിക്കലും പറയൂല. നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് എന്നാണ് നഹ്വിയായിട്ട് അതിനെ പറയേണ്ടത്. അറബിക് ഗ്രാമർ രീതിയിൽ പറയേണ്ടത് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് എന്നാണ്. എന്നാൽ അതേ ഉദാഹരണം രണ്ടാമത്തെ നോക്കൂ. അൽ ആമിലാനി ലൻ യസ്തഗിലാ. 2 ജോലിക്കാർ ലൻ യസ്തഗിലാ, അവർക്ക് ജോലി ചെയ്യാൻ കഴിയൂല. 2 ജോലിക്കാർ അവർക്ക് ജോലി ചെയ്യാൻ കഴിയൂല. യസ്തഗിലാനി എന്നുണ്ടായിരുന്നു. പക്ഷെ ലന്ന് നെസ്ബിന്റെ അദാത്ത് വന്നപ്പോൾ യസ്തഗിലാ എന്ന് പറഞ്ഞു, നൂനിനെ കളഞ്ഞു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും അവിടെ നെസ്ബ് എങ്ങനെയാണ്? ബിഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ടാണ് നെസ്ബ്. അതേപോലെ മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. അൽ ആമിലാനി ലം യസ്തഗിലാ. യസ്തഗിലാനി എന്നുണ്ടായിരുന്നു. 2 ജോലിക്കാർ ജോലി ചെയ്തിട്ടില്ല. അവിടെ അൽ ആമിലാനി ലം എന്നുള്ള ജസ്മിന്റെ അദാത്ത് ഉണ്ടായത് കൊണ്ട് അതിന്റെ ശേഷമുള്ള മുദാരിഅ ഫീല് യസ്തഗിലാനി എന്ന് പറയുന്നതിന് പകരം യസ്തഗിലാ എന്ന് പറഞ്ഞു. നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. അതുപോലെ തന്നെയാണ് എല്ലാ ഉദാഹരണങ്ങളും നോക്കൂ. അൻതുമാ തസ്തഗിലാനി. തസ്തഗിലാനി നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് ചെയ്തു. അൻതുമാ ലൻ തസ്തഗിലാ. തസ്തഗിലാനി എന്നുണ്ടായിരുന്നു. ലൻ ഉണ്ടായത് കൊണ്ട് നൂനിനെ കളയൽ കൊണ്ട് നെസ്ബ് ചെയ്തു. അൻതുമാ ലം തസ്തഗിലാ. നിങ്ങൾ 2 പേരും ലം തസ്തഗിലാ. അവിടെ നൂനിനെ കളയൽ കൊണ്ട് ജസ്മ് ചെയ്തു, ലം ഉണ്ടായത് കൊണ്ട്. അൽ ഉമ്മാലു യസ്തഗിലൂന. നൂനിനെ സ്ഥിരപ്പെടുത്തി, റഫാണ്. അൽ ഉമ്മാലു ലൻ യസ്തഗിലൂ. അവിടെ എന്താണ്? യസ്തഗിലൂന എന്നുണ്ടായിരുന്നു. നൂനിനെ കളയൽ കൊണ്ട് നെസ്ബ് ചെയ്തു. അൽ ഉമ്മാലു ലം യസ്തഗിലൂ. ജോലിക്കാര് ലം യസ്തഗിലൂ. അവിടെ യസ്തഗിലൂന എന്നുണ്ടായിരുന്നു. നൂനിനെ കളയൽ കൊണ്ട് ജസ്മ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ഉദാഹരണങ്ങളും. അൻതും തസ്തഗിലൂന. അൻതും ലം തസ്തഗിലൂ. അൻതും ലം തസ്തഗിലൂ. ഒന്ന് ലൻ തസ്തഗിലൂ, മറ്റൊന്ന് ലം തസ്തഗിലൂ. അന്തി തസ്തഗിലീന. അന്തി ലൻ തസ്തഗിലീ. അന്തി ലം തസ്തഗിലീ. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മുദാരിഅ ഫീലിന്റെ 5 ഫോർമാറ്റുകൾ. ആ ഫോർമാറ്റുകൾ ഏതൊക്കെയെന്ന് ഇവിടെ പറഞ്ഞു. യസ്തഗിലാനി, തസ്തഗിലാനി, യസ്തഗിലൂന, തസ്തഗിലൂന, തസ്തഗിലീന. ഈ 5 ഫോർമാറ്റുകളിൽ ഇഅ്റാബ് കൊടുക്കൽ എങ്ങനെയാണ്? റഫിന്റെ സ്ഥാനത്താണെങ്കിൽ, റഫ് എങ്ങനെ വരിക നമുക്കറിയാം. റഫിന്റെ സ്ഥാനത്താണെങ്കിൽ ആ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്. നെസ്ബിന്റെയും ജസ്മിന്റെയും സ്ഥാനത്താണെങ്കിൽ ആ നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മും നെസ്ബും ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ മുദാരിഅ ഫീലിന്റെ ഫോർമാറ്റിന് എന്താണ് പറയല്? ഒന്ന് തസ്നിയാന്റെ അലിഫ് വരിക, ലാനി ലാനി എന്ന് അലിഫ് വരിക. അല്ലെങ്കിൽ ജമ്മിന്റെ വാവ് വരിക, ഊന എന്ന് പറഞ്ഞാൽ തസ്തഗിലൂന, യസ്തഗിലൂന, തസ്തഗിലൂന. ഒന്നുകിൽ തസ്നിയാന്റെ അലിഫ് വരിക, അല്ലെങ്കിൽ ജമ്മിന്റെ വാവ് വരിക, അല്ലെങ്കിൽ തസ്തഗിലീന എന്ന് പറയുമ്പോൾ മുഖാത്തബത്തിന്റെ യാ. മുഖാത്തബത്ത് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ, നിങ്ങൾ എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ, അതാണ് മുഖാത്തബത്തിന്റെ യാ. അപ്പൊ മുഖാത്തബത്തിന്റെ യാ വരിക ഒന്ന്, ജമ്മിന്റെ വാവ് വരിക, അവിടെ 2 എണ്ണം വരും, കാരണം ആബ്സെന്റും വരും പ്രസന്റും വരും, അപ്പൊ 3 ആയി. പിന്നെ തസ്നിയാന്റെ അലിഫ് 4ഉം 5ഉം, അതായത് തസ്നിയാന്റെ അലിഫ് ആബ്സെന്റിലും വരും പ്രസന്റിലും വരും. അവർ എന്ന് പറയാൻ പറ്റും, നിങ്ങൾ എന്ന് പറയാൻ പറ്റും. ജമ്മിന്റെ വാവിലും നിങ്ങൾ എന്ന്, നിങ്ങൾ 2ൽ കൂടുതൽ പേര് എന്ന് പറയാൻ പറ്റും, അവർ 2ൽ കൂടുതൽ പേര്, അവിടെയും എന്ത് പറ്റും? പ്രസന്റും ആബ്സെന്റും ഉണ്ട്. അപ്പൊ 2ഉം 2ഉം 4, പിന്നെ മുഖാത്തബത്തിന്റെ യാല് 1. അങ്ങനെ 5 ഫോർമാറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിന്റെ കായിദയിലേക്കൊന്ന് നോക്കാം. അൽ കായിദ 52ാമത്തെ കായിദ.
അൽ അഫ്ആലുൽ ഖംസ 5 ഫെയിലുകൾ 5 ഫോർമാറ്റുകൾ ഹിയ കുല്ലു മുദാരിൻ എല്ലാ മുദാരിയ ഫീലുൻ ഇത്തസലത്ത് ബിഹി അലിഫ് ഇത്നൈനി തസ്നിയാന്റെ അലിഫ് ചേർന്ന എല്ലാ മുദാരിയ ഫീലും ഔ വാവ് ജമാഅത്തിൻ അല്ലെങ്കിൽ ജമാഅത്തിന്റെ വാവ് ജംഇന്റെ വാവ് ഔ യാ മുഖാതബത്തിൻ അല്ലെങ്കിൽ മുഖാതബത്തിന്റെ യാ മുഖാതബത്തിന്റെ യാഓ ജംഇന്റെ വാവോ തസ്നിയാന്റെ അലിഫോ ചേർന്ന എല്ലാ മുദാരിയ ഫീലിനും അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയും. അപ്പൊ അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ തസ്നിയാന്റെ അലിഫോ ജമ്മിന്റെ വാവോ മുഖാതബത്തിന്റെ യാഓ ചേർന്ന മുദാരിയ ഫീലിനാണ് അഫ്ആൽ ഖംസ എന്ന് പറയുക. തസ്നിയാന്റെ അലിഫ് ചേരുമ്പോൾ 2 ഫെയിലുകൾ ഉണ്ടാവും, 2 ഫോർമാറ്റ് ഉണ്ടാകും, അവർ എന്നും നിങ്ങൾ എന്നും. ജംഇന്റെ വാവ് ചേരുമ്പോഴും 2 ഫോർമാറ്റ് ഉണ്ടാവും, അവർ എന്നും നിങ്ങൾ എന്നും. മുഖാതബത്തിന്റെ യാ ഒരു പെണ്ണിനോടുള്ളതാണ്, അത് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 5 ഫെയിലുകളാണ്. ഇതാണ് കായിദ. 53ാമത്തെ കായിദ അൽ അഫ്ആലുൽ ഖംസ ഈ 5 ഫെയിലുകൾ 5 ഫോർമാറ്റുകൾ മുദാരിയ ഫീല് തുർഫഉ അതിന് റഫ് ചെയ്യപ്പെടും ബി സുബൂത്തിൻ നൂനി നൂനിനെ അവിടെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് ചെയ്യപ്പെടും. വതുൻസബു വതുജ്സമു നസ്ബും ജസ്മും ചെയ്യപ്പെടും ബി ഹദ്ഫിഹ ആ നൂനിനെ കളയൽ കൊണ്ടാണ് റഫ്ഉം നസ്ബും ചെയ്യപ്പെടുന്നത്. ഈ 2 കാര്യമാണ് ഈ ഒരു പാഠത്തിൽ പഠിച്ചത്. അതായത് അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ മുദാരിയ ഫീലാണ്, അതിനോടുകൂടെ തസ്നിയാന്റെ അലിഫ് ചേർന്ന് വരും, ചിലപ്പോൾ ജമ്മിന്റെ വാവ് ചേർന്ന് വരും, ചിലപ്പോൾ മുഖാതബത്തിന്റെ യാ ചേർന്ന് വരും. ഇതിന്റെ ഇറാബ് എന്ന് പറഞ്ഞാൽ റഫിന്റെ അവസരത്തിൽ നൂനിനെ സ്ഥിരപ്പെടുത്തുക, അവസാനം നീ എന്ന് പറയുന്ന ആ നൂനിനെ സ്ഥിരപ്പെടുത്തുക, ജസ്മിന്റെയും നസ്ബിന്റെയും അവസരത്തിൽ ആ നൂനിനെ കളയുക. ഇതാണ്. ഇനി അതിന്റെ തംരീനാത്ത് ഒന്ന് നോക്കാം. തംരീനാത്ത് 1 ഉദ്കുരിൽ അഫ്ആലൽ ഖംസ ഫീമാ യഅതി വബയ്യിൻ അലാമത ഇറാബിഹ. താഴെ വരുന്ന ഉദാഹരണങ്ങളിൽ അഫ്ആൽ ഖംസ പറയുക, ഏതാണ് അഫ്ആൽ ഖംസയിൽപ്പെട്ടത് എന്ന് കണ്ടെത്തുക, പറയുക. വബയ്യിൻ അലാമത ഇറാബിഹ അതിന്റെ ഇറാബിന്റെ അടയാളവും വ്യക്തമാക്കുക. എങ്ങനെയാണ് അതിന് ഇറാബ് കൊടുത്തത്, എങ്ങനെയാണ് അത് മുഅറബായത് എന്നും വ്യക്തമാക്കുക. 1 അൻതും തഖൂലൂന മാ ലാ തഫഅലൂൻ. അൻതും തഖൂലൂന മാ ലാ തഫഅലൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നു, ചെയ്യാത്തത് നിങ്ങൾ പറയുന്നു. അൻതും നിങ്ങൾ, തഖൂലൂന നിങ്ങൾ പറയുന്നു, മാ ലാ തഫഅലൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്ത ഒന്ന് പറയുന്നു. ഇവിടെ തഖൂലൂന എന്ന് പറഞ്ഞാലും തഫഅലൂന എന്ന് പറഞ്ഞാലും അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ജമ്മിന്റെ വാവുണ്ട്, ഹാളിറാണ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്. നിങ്ങൾ 2ൽ കൂടുതൽ പുരുഷന്മാർ എന്നാണ്. അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2ൽ കൂടുതൽ പുരുഷന്മാർ എന്നാണ്. അപ്പൊ അന്തും തഖൂലൂന നിങ്ങൾ പറയുന്നു, മാ ലാ തഫഅലൂന നിങ്ങൾ പ്രവർത്തിക്കാത്ത ഒന്ന് പറയുന്നു. അവിടെ തഖൂലൂന എന്നുള്ളത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്, മർഫൂ ആണ്, റഫിന്റെ സ്ഥാനത്താണ്. കാരണം അവിടെ നസ്ബോ ജസ്മോ ഇല്ല, അപ്പൊ റഫിന്റെ സ്ഥാനത്താണ്. ആ റഫ് എങ്ങനെ കിട്ടിയത്? തഖൂലൂന എന്ന് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട്. മാ ലാ തഫഅലൂന ലാ തഫഅലൂന എന്നുള്ളതും റഫിന്റെ സ്ഥാനത്താണ്. ലാ എന്നുള്ളത് നഹീന്റെ ലാ അല്ല. പറയരുത് എന്ന് അവിടെ ഒരു പ്രോഹിബിഷൻ ഉണ്ടെങ്കിൽ, നിരോധനമുണ്ടെങ്കിൽ ലാ തഖൂലൂ എന്ന് അല്ലെങ്കിൽ ലാ തഫഅലൂ എന്നേ പറയുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ലാ എന്നുള്ളത് നഹീന്റെ ലാ അല്ല, നഫീന്റെ ലായാണ്. നഫീന്റെ ലാ ജസ്മ് ചെയ്യൂല, നഹീന്റെ ലാ മാത്രമേ ജസ്മ് ചെയ്യുള്ളൂ. എന്തായാലും ഇവിടെ 2 അഫ്ആൽ ഖംസയിൽപ്പെട്ട ഫെയിലുകൾ വന്നിട്ടുണ്ട്. തഖൂലൂന തഫഅലൂന 2ഉം മർഫൂ ആണ്, റഫ് ചെയ്യപ്പെട്ടതാണ്. ഇതിന് റഫ് കിട്ടാൻ കാരണം നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. പിന്നെ റഫ് കിട്ടാൻ കാരണം എന്താണ്? ജസ്മിന്റെ അദാത്തോ നസ്ബിന്റെ അദാത്തോ ആ മുദാരിയ ഫീലിന് മുമ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. 2ാമത്തെ ഉദാഹരണം ഇഖ്തലഫ ശരീഖാനി 2 കൂട്ടുകാർ തമ്മിൽ ഭിന്നാഭിപ്രായക്കാരായി തിരക്കുകൂടി തർക്കിച്ചു. വലം യത്തഫിഖാ അവർ രണ്ടാളും യോജിച്ചിട്ടില്ല. അവർ 2 പേരും യോജിച്ചിട്ടില്ല. യത്തഫിഖാ എന്ന് പറഞ്ഞാൽ ശരിക്കും യത്തഫിഖാനി എന്നുണ്ടായിരുന്നു. യോജിക്കുക, യത്തഫിഖാനി. ആബ്സെന്റ് ആയ 2 പേരുടെ 2 ആണുങ്ങളുടെ മേൽ സൂചിപ്പിക്കാനാണ് യഫ്ആലാനി എന്ന ഫോർമാറ്റ് ഉപയോഗിക്കുക. അപ്പൊ യത്തഫിഖാനി ശരിക്കും യത്തഫിഖാനി എന്നുണ്ടായിരുന്നു. പക്ഷെ ലം എന്നുള്ള ജസ്മിന്റെ അദാത്ത് അവിടെ കടന്നു വന്നതുകൊണ്ട് ലം യത്തഫിഖാ എന്ന് നൂനിനെ കളഞ്ഞുകൊണ്ട് അതിന് ജസ്മ് കൊടുത്തു. ലം യത്തഫിഖാനി എന്നുണ്ടായിരുന്നു, ലം ഉണ്ടായതുകൊണ്ട് യത്തഫിഖാ എന്നേ പറയുകയുള്ളൂ. അത് മജ്സൂമാണ്. അതാണ് അഫ്ആലുൽ ഖംസയിൽപ്പെട്ട മുദാരിയ ഫീൽ യത്തഫിഖാനി എന്നുള്ളത്. 3ാമത്തെ ഉദാഹരണം ലം നറൽ ലുസൂസ. ലം നറൽ ലുസൂസ നമ്മൾ കള്ളനെ കണ്ടിട്ടില്ല. വഹും യസ്രിഖൂൻ അവർ കക്കുന്നവരായിട്ട്
കക്കുന്നവരായിട്ട് നമ്മൾ കള്ളനെ കണ്ടിട്ടില്ല. നമ്മുടെ പാഠം ഇവിടെ യസ്രിഖൂൻ എന്നാണ്. വഹും യസ്രിഖൂൻ യഫ്അലൂൻ യസ്രിഖൂൻ അവർ രണ്ടിൽ കൂടുതൽ ഗായിബായ ആബ്സെന്റ് ആയ ആളുകൾ, അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. യസ്രിഖൂന എന്ന് നൂനിനെ സ്ഥിരപ്പെടുത്തി. കാരണം ഈ മുളാരിഅ ഫീല് റഫിന്റെ സ്ഥാനത്താണ്. നെസ്ബ് ചെയ്യുന്ന അദാത്തോ ജസ്മ് ചെയ്യുന്ന അദാത്തോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ യസ്രിഖൂന എന്ന് സ്ഥിരപ്പെടുത്തി പറഞ്ഞു. ഇവിടെ തുടക്കത്തിൽ ലം നറ എന്താണത്? അത് മുളാരിഅ ഫീൽ തന്നെയാണ്. ലം നറ എന്താണ് അതിന്റെ ഇറാബ്? നമ്മൾ ഈ പാഠമല്ലെങ്കിലും ലം നറ എന്നുണ്ടായിരുന്നു. അത് മുഅത്തല്ലായ മുളാരിഅ ഫീലാണ്. അവസാനം മുഅത്തല്ലാണ്. നറ എന്ന് അലിഫ് ഉണ്ടായിരുന്നു. പക്ഷെ ലം എന്ന ജസ്മിന്റെ അദാത്ത് വന്നതുകൊണ്ട് ആ മുളാരിഅ ഫീൽ ജസ്മുടേതായി. എങ്ങനെ? അവസാനത്തെ കളയൽ കൊണ്ട്, ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ട്. ഏതാണ് ഇല്ലത്തിന്റെ ഹർഫ്? അലിഫാണ്. ലം നറ എന്നുണ്ടായിരുന്നു. ലം വന്നതുകൊണ്ട് ലം നറ എന്നേ പറയുകയുള്ളൂ. നാലാമത്തെ ഉദാഹരണം അയ്യു അമലിൻ തുആലിജീഹി തുഹ്സിനീഹി. അയ്യു അമലിൻ തുആലിജീഹി തുഹ്സിനീഹി. എന്തൊരു പ്രവൃത്തിയും, അയ്യു അമലിൻ എന്തൊരു പ്രവൃത്തിയും, തുആലിജീഹി നീ ട്രീറ്റ് ചെയ്യുന്ന, നീ ഏറ്റെടുത്ത് ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും, തുഹ്സിനീഹി നീ അതിനെ നന്നാക്കും. ഇത് ആരോടാണ് പറയുന്നത്? ഒരു സ്ത്രീയോടാണ് പറയുന്നത്. മുഖാത്തബത്ത് യാ ആണ്. യാഉൽ മുഖാത്തബത്താണ്. യാഉൽ മുഖാത്തബത്താണ്. തുഹ്സിനീഹി അല്ലെങ്കിൽ തുആലിജീഹി. ഹി എന്നുള്ളത് വേറൊരു ഇസ്മാണ്, ലമീറാണത്. പിന്നെ അതിനെ, ആ പ്രവർത്തനത്തെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ തുആലിജി തുഹ്സിനി എന്ന് മുളാരിഅ ഫീലുള്ളൂ. ശരിക്കും ഇവിടെ ഇറാബ് എന്താണ്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അയ്യു അമലിൻ. അയ്യു എന്നുള്ളത് ഷർത്തിന്റെ അദാത്താണ്. അയ്യു വന്നാൽ രണ്ട് മുളാരിഅ ഫീലിന് ജസ്മ് ചെയ്യുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തുആലിജീന എന്നുള്ള ഒരു മുളാരിഅ ഫീൽ അതിന്റെ ഷർത്തായിട്ടും തുഹ്സിനീന എന്നുള്ള രണ്ടാമത്തെ മുളാരിഅ ഫീൽ അതിന്റെ ജവാബായിട്ടും രണ്ട് മുളാരിഅ ഫീലിന് ഇവിടെ ജസ്മ് കിട്ടിയിട്ടുണ്ട്. രണ്ടും മജ്സൂമാണ്. ഇത് അഫ്ആലുൽ ഖംസയിൽ പെട്ട മുളാരിഅ ഫീൽ ആയതുകൊണ്ട് ഇവിടെ ജസ്മ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നൂനിനെ കളയൽ കൊണ്ടാണ്. തുആലിജീന എന്നുണ്ടായിരുന്നു. ഇവിടെ അയ്യ എന്നുള്ള ഷർത്തിന്റെ അദാത്ത് വന്നതുകൊണ്ട് ജസ്മ ആയതുകൊണ്ട് തുആലിജീ എന്ന് പറഞ്ഞു. ഹി പിന്നെ അതിനെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഹി ലമീർ വന്നതാണ്. തുഹ്സിനീന എന്നുള്ളത് ജവാബാണ്. പക്ഷെ അയ്യിന്റെ ജവാബായതുകൊണ്ട് അതിന് ജസ്മാണ് വേണ്ടത്. അപ്പൊ ആ നൂനിനെ കളഞ്ഞു. അങ്ങനെ നൂനിനെ കളഞ്ഞുകൊണ്ട് ജസ്മ ചെയ്തു. അപ്പൊ തുഹ്സിനീന എന്നുള്ളത് തുഹ്സിനീ എന്നായി. പിന്നെ ഹി എന്നുള്ളത് വാക്ക് രണ്ടാമതും അതിനോട് ചേർത്ത് കൊടുത്തതാണ്. ആ ഒരു പ്രവർത്തനത്തെ, അതിനെ, എന്തൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹി വന്നിട്ടുള്ളത്. എന്തായാലും അയ്യു അമലിൻ തുആലിജീഹി തുഹ്സിനീഹി. എന്തൊരു പ്രവർത്തനവും നീ ഏറ്റെടുത്താൽ നീ അതിനെ നന്നാക്കും. ആ പ്രവർത്തനം ഇഹ്സാൻ ഉണ്ടാകാൻ, നന്നാകാൻ കാരണം എന്താണ്? നീ ഏറ്റെടുത്തതാണ്. അപ്പൊ ഒന്നൊന്നിന്റെ കാരണമാണ്. അതാണ് ഷർത്തും ജവാബും. അഞ്ചാമത്തെ ഉദാഹരണം ലം യസ്തഗിൽ അൽ ആമിലാനി. ലം യസ്തഗിൽ ആമിലാനി ഹത്താ യസ്തരീഹാ. ലം യസ്തഗിൽ ആമിലാനി രണ്ട് ജോലിക്കാർ ജോലി ചെയ്തിട്ടില്ല. ലം യസ്തഗിൽ അൽ ആമിലാനി എന്നാണ് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ലം യസ്തഗിലിൽ ആമിലാനി എന്നാണ് വായിക്കേണ്ടത്. അല്ലാതെ ലാമിന് കസറ അല്ല അവിടെ ശരിക്ക്. അത് നമ്മളെ വായനയിൽ മാത്രമാണ്. ലം യസ്തഗിലിൽ ആമിലാനി രണ്ട് ജോലിക്കാർ ജോലി ചെയ്തിട്ടില്ല. ഹത്താ യസ്തരീഹ അവര് വിശ്രമിക്കാൻ വേണ്ടി. ജോലി ചെയ്താലല്ലേ വിശ്രമിക്കേണ്ട ആവശ്യമുള്ളൂ. ഹത്താ യസ്തരീഹ യസ്തരീഹ അവർ രണ്ടുപേരും വിശ്രമിക്കാൻ വേണ്ടി. ശരിക്കും യസ്തരീഹാനി എന്നുണ്ടായിരുന്നു. കാരണം അത് അഫ്ആലുൽ ഖംസയിൽപ്പെട്ട ആബ്സെന്റ് ആയ രണ്ട് ആളുകളെ സൂചിപ്പിക്കാനുള്ളതാണ് യഫ്അലാനി എന്നുള്ള ഫോർമാറ്റ്. യസ്തരീഹാനി. പക്ഷെ ഇവിടെ യസ്തരീഹാനി എന്നുള്ള നൂന് പോകാൻ കാരണം ഇവിടെ നെസ്ബാണ്, മൻസൂബാണ് മുളാരിഅ ഫീലിന്. എങ്ങനെയാണ് നെസ്ബ് കിട്ടിയത്? ഹത്ത എന്ന ഹർഫിന് ശേഷം അന്ന് മറഞ്ഞുകൊണ്ട്, മുളുമറത്തായ അന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുളുമറത്തായ അന്ന് മറഞ്ഞുകൊണ്ട് ഇവിടെ നെസ്ബ് ചെയ്തതാണ്. ഹത്ത അൻ യസ്തരീഹാനി എന്നുണ്ടായിരുന്നു. അവിടെ അന്ന് നിർബന്ധമായിട്ടും മറക്കപ്പെടണം. ഹത്താ യസ്തരീഹ എന്നേ പറയാൻ പറ്റുള്ളൂ. ഹത്തല്ലെങ്കിൽ, അന്നില്ലെങ്കിൽ യസ്തരീഹാനി എന്ന് പറയേണ്ട ഫോർമാറ്റ് ആണ്. പക്ഷെ നെസ്ബ് ആയതുകൊണ്ട്, അന്ന് മറഞ്ഞുകൊണ്ട്, ഹത്തന്റെ ശേഷം അന്ന് മറഞ്ഞുകൊണ്ട് നെസ്ബ് ആയതുകൊണ്ട് യസ്തരീഹ എന്ന് നൂനിനെ കളഞ്ഞ് അതിന് നെസ്ബ് ചെയ്തു. അന്തി തൽബസീന മാ തഖീതീന. അന്തി നീ, ഒരു പെണ്ണിനോടാണ് പറയുന്നത്. യാഉ മുഖാത്തബത്താണ്. തൽബസീന നീ ധരിക്കുന്നു, നീ ഡ്രസ് ചെയ്യുന്നു, നീ ധരിക്കുന്നു. മാ തഖീതീന നീ തുന്നിയത്, നീ നെയ്തത് നീ തയ്ക്കുന്നു.
ഇവിടെ രണ്ട് മുദാരിയ ഫീൽ ഉണ്ട്, രണ്ടും മർഫു ആണ്, റഫിന്റെ സ്ഥാനത്താണ്. കാരണം ജസ്മോ നസ്ബോ അവിടെ ഇല്ല. തൽബസീന തഖീതീന രണ്ടും നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്. ഏഴാമത്തെ ഉദാഹരണം ഇൻ തഅമലു തുജറു. ഇൻ തഅമലു നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിങ്ങൾ പണി ചെയ്താൽ, നിങ്ങൾ പ്രവർത്തിച്ചാൽ, അമലെടുത്താൽ, തുജറു നിങ്ങൾക്ക് കൂലി നൽകപ്പെടും. ഇവിടെ തഅമലൂന തുജറൂന രണ്ട് മുദാരിയ ഫീലുണ്ട്. ഈ രണ്ട് മുദാരിയ ഫീലും മജ്സൂമാണ്, ജസ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇൻ എന്ന ഷർത്തിന്റെ അദാത്ത് കൊണ്ട്. ഇന്ന് വന്നാൽ രണ്ട് മുദാരിയ ഫീലിന് ജസ്മ് ചെയ്യും. അവിടെ തഅമലൂ തുജറു എന്നേ പറയുള്ളൂ, അതിന്റെ നൂനെ കളയൽ കൊണ്ടാണ് ജസ്മ്. എട്ടാമത്തെ ഉദാഹരണം ലം യസ്ഖിൽ ഫല്ലാഹൂന കർഷകർ നനച്ചിട്ടില്ല അൽ അർള ഭൂമി വലം യഹ്റസൂഹ അതുകൊണ്ട് തന്നെ അതിനവര് കൊയ്തെടുക്കുകയുമില്ല. നനക്കാത്തത് കൊണ്ട് അതിലവിടെ കൃഷി ചെയ്യാനും പറ്റൂല, അതിനവര് കൃഷി ചെയ്യുകയുമില്ല, ഉഴുതുകയുമില്ല എന്നൊക്കെ പറയാം. ഹർസാന ഉഴുതുക, കൃഷി ചെയ്യുക എന്നൊക്കെ പറയാം. അവിടെ ലം യസ്കിൽ ഫല്ലാഹൂന അൽ അർള വലം യഹ്റസൂ, അവിടെ യഹ്റസൂന എന്നുണ്ടായിരുന്നു, നൂനിനെ കളഞ്ഞുകൊണ്ട് ജസ്മ് ചെയ്തു. കാരണം ജസ്മ് ചെയ്യാനുള്ള അദാത്ത് ലം എന്നുള്ള അദാത്ത് അവിടെ വന്നത് കൊണ്ട്. ഇതാണ് ആദ്യത്തെ തംരീൻ. ഇനി രണ്ടാമത്തെ തംരീൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഹവ്വിലിൽ അഫ്ആലൽ മുദാരിഅത ഫിൽ ജുമലിൽ ആതിയ മിൻ ഹാലത്തിൽ റഫി ഇലാ ഹാലത്തിൽ നസ്ബി സുമ്മ ഇലാ ഹാലത്തിൽ ജസ്മി. താഴെ വരുന്ന 6 ഉദാഹരണങ്ങളിലുള്ള മുദാരിഅ ഫീല് റഫിന്റെ അവസ്ഥയിൽ നിന്നും നസ്ബിന്റെ അവസ്ഥയിലേക്ക് മാറ്റുക, പിന്നെ ജസ്മിന്റെ അവസ്ഥയിലേക്ക് മാറ്റുക. അങ്ങനെ റഫിന്റെ നസ്ബിന്റെ അദാത്ത് കൊണ്ടുവരിക, എന്നിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ അതിന് നമ്മൾ മാറ്റം പെടുത്തേണ്ടി വരും. പിന്നെ ജസ്മിന്റെ അവസ്ഥയിലേക്ക് മാറ്റുക, അതിന്റെ അദാത്ത് കൊടുത്തിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുക, അർത്ഥങ്ങളൊക്കെ മാറും. ഉദാഹരണം അർറജുലാനി യതഹാദസാനി രണ്ട് പുരുഷന്മാർ അവർ സംസാരിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. അർറജുലാനി ലൻ യതഹാദസ അവർ സംസാരിക്കൂല, ലന്ന് കൊടുത്താൽ ലം യതഹാദസ എന്നേ പറയുള്ളൂ, പിന്നെ നൂന് പറയില്ല. അല്ലെങ്കിൽ ലം യതഹാദസ അവർ സംസാരിച്ചിട്ടില്ല. തൻമു ഷജറതാനി വതൂരിഖാനി രണ്ട് മരങ്ങള് വളരുന്നു, വതൂരിഖാനി അത് ഇല വർഷിക്കുന്നു, ഇല പൊഴിയുന്നു, ഇല വർഷിക്കുന്നു. അപ്പോ അഷജറതാനി തൻമു ഷജറതാനി വതൂരിഖാനി, വതൂരിഖാനി എന്നുള്ളത് പിന്നെന്താണ്? മുദാരിഅ ഫീൽ അഫ്ആലിൽ ഖംസയിൽ പെട്ടതാണ്, റഫാണ് ഇവിടെ. ഇനി അത് നസ്ബിന്റെ അവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ ലൻ തൻമു വശജറതാനി വതൂരിഖ അല്ലെങ്കിൽ വലൻ തൂരിഖ, ലന്ന് കൊടുത്താൽ ലൻ തൂരിഖ എന്ന് നൂനിനെ കളയണം. മൂന്നാമത്തെ ഉദാഹരണം യഖ്റഉൽ ഗിൽമാനു വയക്തുബൂന കുട്ടികൾ വായിക്കുന്നു, വയക്തുബൂന അവർ എഴുതുന്നു. ലം യഖ്റഉൽ ഗിൽമാനു കുട്ടികൾ വായിച്ചിട്ടില്ല, വലം യക്തുബൂ അവർ എഴുതിയിട്ടില്ല, നൂനിനെ കളയണം. ലമ്മ് കൊണ്ടുവരാം, ലന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏത് അദാത്തും കൊണ്ടുവരാം, ഏത് രീതിയിലേക്കും മാറ്റാം. യജിനിൽ ഫല്ലാഹൂൻ അൽ ഖുത്ന കർഷകര് കൊയ്തെടുക്കുന്നു, അൽ ഖുത്ന പരുത്തി, കോട്ടൻ, വയബിഊനഹു അതിനവർ വിൽക്കുന്നു. കൊയ്തെടുത്തിട്ടില്ല, വിറ്റിട്ടില്ല എന്നൊക്കെ പറയാലോ. ലം യബിഊ ലൻ യബിഊ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ലമ്മ യബിഊ ഇതുവരെ വിറ്റിട്ടില്ല. യജിനിൽ ഫല്ലാഹൂൻ അൽ ഖുത്ന കർഷകര് കോട്ടൺ കൊയ്തെടുക്കുന്നു, വലമ്മ യബിഊ ഇതുവരെ വിറ്റിട്ടില്ല, കൊയ്തെടുക്കുന്നുണ്ട്, ഇതുവരെ വിറ്റിട്ടില്ല എന്നൊക്കെ പറയാലോ. അന്തി യാ സൈനബു തൽഅബീന നീ മുഖാതബത്തിന്റെ ആണ്, യാഉൽ മുഖാതബ. അന്തി യാ സൈനബു തൽഅബീന നീ കളിക്കുന്നു. അന്തി യാ ഫാത്തിമത്തു തക്തുബീന ഫാത്തിമ നീ എഴുതുന്നു. ഇവിടെ ജസ്മിന്റെ അദാത്ത് അതുപോലെ തന്നെ നസ്ബിന്റെ അദാത്ത് ഒക്കെ കൊണ്ടുവന്നാൽ അവിടെ ഇറാബിൽ വരുന്ന മാറ്റങ്ങള്, അതിന്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഒന്ന് നോക്കുക. ഇറാബിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കുക. എന്തായാലും ഇറാബിൽ വരുന്ന മാറ്റങ്ങൾ റഫാണ് എങ്കിൽ അഫ്ആലിൽ ഖംസയിൽ റഫാണ് എങ്കിൽ നൂൻ അവിടെ ഉണ്ടാകും. നസ്ബോ ജസ്മോ ആണെങ്കിൽ നൂൻ അവിടെ ഉണ്ടാകൂല, നൂനിനെ ഒഴിവാക്കിയാൽ മതി. അപ്പൊ നസ്ബും കിട്ടും, ജസ്മും കിട്ടും. ഇതാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അഫ്ആൽ ഖംസ പഠിച്ചു. 5 ഫെയിലിന്റെ മുദാരിയായ ഫെയിലിന്റെ 5 ഫോർമാറ്റുകൾ നമ്മൾ പഠിച്ചു. യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന തഫ്അലീന. അതിന്റെ ഉദാഹരണമായിട്ട് യസ്തഗിലാനി തസ്തഗിലാനി, യസ്തഗിലൂന തസ്തഗിലൂന തസ്തഗിലീന. ഇങ്ങനെ 5 ഫോർമാറ്റുകളാണ് നമ്മൾ പഠിച്ചത്. അതിന് റഫ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് പഠിച്ചു, നസ്ബ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് പഠിച്ചു, ജസ്മ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് പഠിച്ചു. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.